കണ്ണൂരിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ നടപടി. പയ്യന്നൂർ തഹസീൽദാർ KP പോളിന് സസ്പെൻഷൻ. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഇക്കാര്യത്തിൽ നിർദ്ദേശവും നൽകി. ജില്ലാ കളക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നടപടി. മൃതദേഹം കൊണ്ടുപോകാൻ പയ്യന്നൂർ തഹസീൽദാർ പണം വാങ്ങിയിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി തലസ്ഥാനത്തു നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, കണ്ണൂരിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ പ്രളയ ദുരന്തത്തിൽപ്പെട്ടവരെ അവരുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മരിച്ച രാജേഷിൻ്റെ മൃതദേഹത്തോട് കടുത്ത അനാദരവാണ് കാണിച്ചത്. കാരണം ശീതീകരണ സംവിധാനമില്ലാത്ത ആംബുലൻസിൽ ആ മൃതദേഹം കയറ്റി അയക്കുന്നതിന് വരെ പണം കൈപ്പറ്റി എന്നുള്ള ആക്ഷേപവും പയ്യന്നൂർ തഹസീൽദാർ KP പോളിനെതിരെ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ സർക്കാർ റവന്യൂ വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. സസ്പെൻഷനിലേക്ക് പോകുന്നു. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സമാനതകളില്ലാത്ത പ്രളയ സാഹചര്യത്തിലൂടെയും കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ രാജേഷ് അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും വഴിയാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായത്. അതായത് ഫ്രീസർ ഇല്ലാതെ ആംബുലൻസിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കയറ്റിവിട്ടു എന്നുള്ളതാണ് ഒരു പരാതിയായി ഉയർന്നത്. മറ്റൊന്ന്, അവിടുത്തെ തഹസീൽദാർ അടക്കമുള്ളവർ ഈ ആംബുലൻസിന്റെ വാടക അടക്കമുള്ള കാര്യങ്ങൾക്ക് പണം ആവശ്യപ്പെട്ടിരുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കണ്ണൂർ ജില്ലാ കളക്ടറുടെ പരിശോധനാ പരിധിയിൽ വന്നിരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടർ ഇത് പരിശോധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും മന്ത്രിക്കും അത് റിപ്പോർട്ടായി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തഹസീൽദാർ KP പോളിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് കടക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രി AP അനിൽകുമാർ റവന്യൂ മന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തഹസീൽദാർക്ക് സസ്പെൻഷൻ നടപടി ഇപ്പോൾ നേരിടേണ്ടായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ തഹസീൽദാർ ന്യായീകരണവുമായി രംഗത്ത് വന്നിരുന്നു. തന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലല്ല ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശീതീകരണ സംവിധാനമില്ലാതെ കണ്ണൂരിൽ നിന്നൊരു മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കയറ്റിവിടുന്നു. അത് വാഹനം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നു. അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് മൃതദേഹം മാറ്റി കയറ്റുമ്പോൾ പോലും അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു മൃതദേഹത്തോട് ഒരു അനാദരവ് കാട്ടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നേരിട്ട് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും സസ്പെൻഷൻ നടപടി KP പോൾ നേരിടേണ്ടതായി വരും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച നടത്തിയ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് നേരെയാണ് ഇപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം സസ്പെൻഷൻ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിനോദ്, വളരെ വ്യക്തമാണ്. പയ്യന്നൂർ തഹസീൽദാരാണ് പ്രളയ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചത്. ശീതീകരണ സംവിധാനമില്ലാത്ത ഒരു ആംബുലൻസിലാണ് മൃതദേഹം കയറ്റി അയച്ചത്. മൃതദേഹം കയറ്റി അയക്കുന്നതിന് പോലും തഹസീൽദാർ കൈക്കൂലി കൈപ്പറ്റിയത് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രി തഹസീൽദാരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശാലിനി.